ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഈ കൊരലാളം നെക്ലസ് കൊരലാരോ ഇരിക്കും, കൊരലാഴൊന്നുമല്ല. അത് കോമഡി. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ആണോ? അതേത് പാട്ടാ? അല്ല, മറ്റേ പാട്ട് ഒഴുകിടുമാറ്റിന്റെ കൽപ്പടവിൽ ചാരി, അല്ല, മഴമുകിലുളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ അതില് കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി. കൊരലാഴം എന്നൊക്കെ. അത് ആര്? ഭാസ്കർ മാഷിന്റെയാ? ഭാസ്കരൻ മാസ്റ്റർ. അപ്പൊ എനിക്ക് ഭാഷ അറിയാതെ മനസ്സിലായില്ലേ, പാട്ട് അറിയാതെ. മലയാളം നന്നായിട്ട് അറിയാം. കൊരലാരം ഇതാണല്ലേ? ഊഫ്, എന്റെ കൊരലാരം. കൊരലാരം. അല്ല, എനിക്ക് മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. കമ്മലുകൾ അത്ര ഇഷ്ടമല്ല. കാരണം എനിക്ക് ചെവിയിൽ ഹെവി സാധനങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഏറ്റവും സിമ്പിളേ ചെവിയിൽ ഉണ്ടാവുള്ളൂ. കാതില എപ്പോഴും കുഞ്ഞായിരിക്കും. ഇതിലും ചെറുതാണ് വേണ്ടത്, പക്ഷെ ഇതിപ്പം ഇന്ന് ഇതായിപ്പോയി. പക്ഷെ ഇത് ഞാൻ നല്ല ഗമയായിട്ട് വെക്കും. ഒരുങ്ങി ഇറങ്ങാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? ഏയ്, ഞാൻ നല്ലൊരു ഹോം മേക്കറും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ പടപടയെന്ന് ഒരുങ്ങി ഇറങ്ങും. ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ. പക്ഷെ ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്? അതുണ്ട്. വൃത്തിയുടെ ഒരു അസുഖമുള്ളതുകൊണ്ട് അത് നമ്മുടെ ഒരു അസുഖമൊന്നുമില്ല കേട്ടോ. അല്ല, അങ്ങനെയല്ല. അസുഖം ചില സമയത്ത്, അല്ല, OCD അതല്ലാന്ന് ഇപ്പൊ എല്ലാരും പറയണ്ടല്ലോ. പക്ഷെ ചില സമയത്ത് നമുക്ക് പാടാണ്. കാരണം മൈക്രോഫോണൊക്കെ ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ എപ്പോഴും മൈക്ക് നന്നായിട്ട് സാനിറ്റൈസർ വെച്ച് തുടച്ചിട്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പം നമ്മളതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം എത്ര പേര് പാടുമ്പം അവരുടെ തുപ്പലൊക്കെ നമ്മൾ തെറിക്കില്ലേ. ചുണ്ടിൽ മുട്ടിയാണ് എപ്പോഴും മയക്കിരിക്കുക. അത് തന്നെയല്ലേ നമ്മളെടുത്ത് പിന്നെ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞു വരുമ്പോൾ ഇത് ഭയങ്കര ഇതുപോലൊരു അയ്യോ, ഇതേപോലെ വന്ന് ചാരിയൊന്നും നിൽക്കൂല. ഇവിടെയൊന്നും ഒന്നും ഇരിക്കില്ല. ഇവിടെ ഒരുപാട് പേര് എന്നെ പോലെ ഒരുപാട് വൃത്തിയേട്ടന്മാർ പിടിച്ചതാണ്. അത്ര OCD ഒന്നും എനിക്കില്ല. അത്യാവശ്യം കുറച്ച് ഇതൊക്കെ ഉള്ളൂ. എന്നാലും അത് പറഞ്ഞ പോലെ അതും ടൈം, അതൊക്കെ എനിക്ക് മെയിനാണ്. ഡിസിപ്ലിൻ, കറക്റ്റ് സമയത്തിന് അതൊക്കെയാണ് നമ്മൾ പഴയ ഒരു ഇതിന്ന് വന്നതുകൊണ്ടുള്ള ഒരു ഇതാണ്. ഒരു സ്ഥലത്ത് നമുക്ക് ലേറ്റ് ആവാം, അത് പറ്റില്ല. പണ്ട് ഞാനിപ്പം ജോൺസൺ മാസ്റ്ററിൻ്റെ ഒക്കെ വർക്കിന് ഞാൻ സിനിമയിൽ പാടിയിട്ടില്ലെങ്കിലും അവരുടെ പുറത്ത് ഈ റീറെക്കോർഡിങ് ആൽബംസിനൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. രാഘവ മാസ്റ്ററിൻ്റെ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പാടുന്നത്. അന്ന് രാഘവ മാസ്റ്റർ ആരെന്ന് എനിക്കറിയില്ല, ഒരു അപ്പൂപ്പൻ, അത്രേ അറിയുള്ളൂ. അത് ഇനി ഇപ്പോഴാണ് ആ ഒരു ഗുരു ശിഷ്യ ബന്ധം, ആ ലൈനാണ് പണ്ട്. ഇപ്പം അത് ഇല്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. ആക്ച്വലി ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസിപ്ലിൻ, ടൈം കറക്റ്റായിട്ട് പാലിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ജോൺസൺ മാഷിനെ പറഞ്ഞതുകൊണ്ട് രാഗദേവനും നാദകന്യയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാനത് അല്ല, അത് ഈ പറഞ്ഞ പോലെ ചില സിനിമകളിൽ ഒരു പാട്ട് ഭയങ്കര പോപ്പുലർ ആവും, പക്ഷെ വേറൊരു പാട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും, അത് അത്ര പോപ്പുലർ ആവില്ല. എനിക്ക് എപ്പോഴും ആ പോപ്പുലർ ആവാത്ത പാട്ടുകളാണ് ഇഷ്ടം. രാജഹംസ ഉള്ളപ്പോഴ് രാജഹംസത്തെ മറിച്ചിട്ട് രാഗദേവനും കയറി വന്ന പാട്ടാണ്. അയ്യോ, അതൊരു, ഞാൻ മനോജേട്ടനോടൊക്കെ പറയായിരുന്നു, മനോജേട്ടാ ആ പാട്ടൊരു രക്ഷയില്ല. അപ്പൊ അത് പാടണോ? പിന്നെ രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മൂങ്ങാങ്കുഴിയിട്ടു അറിയാപ്പവിഴം തേടി അലകളിൽ ഈറനാം കവിത തേടി രാഗദേവനും നാദകന്യയും. ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള വേറെ പാട്ട് കൂടി ഉണ്ട്. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂഞ്ചെപ്പിലെ തിങ്കാശിക്കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. സൂപ്പർ. ജോൺസൺ മാഷ് പൊളി. ഈ രാഗദേവന്റെ കേസിൽ
ഞാൻ കൈതപ്രസാദിനോട് ചോദിച്ചു, ഈ തീരത്താണല്ലോ അറിയാ പവിഴം തേടിയതെന്ന് ചോദിച്ചു. അപ്പൊ തീരത്ത് തേടാൻ പറ്റില്ലല്ലോ. അല്ല, രാഗവും നാദവും ഒക്കെ അല്ലേ, അപ്പം അവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അതിനെ കാണണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഈ ഗിരീഷേട്ടൻ്റെ ഈ വെള്ളിത്തിങ്കൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉള്ളിനുള്ളിൽ താലോലം താളം തേടി. അതിപ്പോ എന്തിനാ അവിടെ താലോലം താളം തേടി? താലോലം എന്ന് വെച്ചാൽ ലല്ലബി, താരാട്ട് പാട്ടാണ്. അപ്പൊ താലോലം എന്തിനാ അവിടെ താളം തേടിയത്? താലോലം താളം തേടിയത് എന്തിനാണെന്ന് ഞാനിപ്പോ പറയൂല, നിങ്ങൾ പോയി അർത്ഥം കണ്ടുപിടിച്ചോ. അതെങ്ങനെ സസ്പെൻസ്. താലോലം എന്തിനാ അപ്പൊ താളം തേടിയെന്നുള്ളത് നിങ്ങൾ ആ പാട്ട് കറക്റ്റ് ആയിട്ട് കേട്ടാൽ മനസ്സിലാവും. ഞാൻ പിന്നീട് ഒരിക്കല് നമുക്കൊരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ എന്തായാലും ആ പാട്ടൊരു ഭയങ്കര പാട്ടാണ്, അസാധ്യ പാട്ടാണ്. എന്ത് ഫീലാന്നറിയോ? പ്രോഗ്രാമിനൊക്കെ നമുക്ക് എല്ലാ പരിപാടിക്കും ഒന്നും പാടാൻ പറ്റില്ല, പക്ഷെ ചില സാധനം വരും, ജോൺസൺ നൈറ്റ് അല്ലെങ്കിൽ, അപ്പൊ ഞാൻ അങ്ങോട്ട് അവരോട് പറയും, സ്ഥിരം മറ്റേ കുറേ ലിസ്റ്റ് തരുമല്ലോ, ആടിവാക്കാറ്റ്, പാലപ്പൂ, ഞാൻ പറയും എനിക്ക് അങ്ങോട്ടൊരു പാട്ട് പറയാം. മൗനം സ്വരമായൊക്കെ അല്ലെങ്കിലും ഉണ്ടാവും, ഈ രാഗദേവനും അങ്ങനെ. രവീന്ദ്രൻ മാസ്റ്ററിന്റെ പ്രോഗ്രാമാണെങ്കിൽ ആരും കൊടുക്കും ഞാൻ, ആരും എന്നുള്ള പാട്ട്. ഇപ്പം മൗലിയിലും കാർമുകിൽ വർണ്ണന്റെയും ഭയങ്കര ഹിറ്റാണ് ആ സിനിമയിലെ, പക്ഷെ ആരും എന്നുള്ള പാട്ടൊരു വേറെ തന്നെ. അത് ജയചന്ദ്രൻ സാർ അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് അത് പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. ആ തുടക്കമില്ലേ, ആ സാധനത്തിനകത്ത് പുള്ളി കൊടുത്തേക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു രക്ഷയില്ല. അതിൽ ആ മാജിക് ഉണ്ട് കേട്ടോ. സുജാ ചേച്ചിയും കൂടി വന്നപ്പോഴേക്കും അതൊരു അതിന്റെ വിഷ്വലും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിൽ ഇതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം, അകലേ മൂക്കിലായി നീയും ഞാനും പറന്നുയർന്നു, ഹോ പറന്നുയർന്നു. അത് ആ വിഷ്വൽ, ആ അകലേ മുകളിൽ ഒരു ലോങ് ഷോട്ടാണ് രഞ്ജിത്തേട്ടൻ വെച്ച്, രക്ഷയില്ല. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കൊണ്ട് പാട്ട് പാടുന്നതും ഇന്റർവ്യൂസിൽ ഒരുപാട് പാട്ട് പഠിക്കാറില്ലേ പാട്ടുകാരെ കൊണ്ട്, പാട്ട് പാടിക്കലാണ് ഭയങ്കര നല്ലതാണ് ആക്ച്വലി. പക്ഷേ ഈ വരുന്നവർക്ക് സാധാരണ രീതിയിൽ പാട്ട് പാടാനുള്ളൊരു ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ആ പാട്ടുകൂടെ പാടി പറഞ്ഞ് കയറിപ്പോയാൽ ഓക്കെ, മുഴുവനും പാടണമെന്നില്ല. അപ്പൊ എന്റെ ഉള്ളിങ്ങനെ ഇതാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ ഇങ്ങനെ അത് പാടുമോ ഇത് പാടുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങി, ഈ പാട്ടാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഇപ്പൊ രാജി എൻ്റെ മുമ്പിൽ നിന്ന് പാടുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് പറച്ചിൽ പോകുന്ന സമയത്തും അയ്യോ അതൊന്ന് നിർത്തിക്കോട്ടെ, ജോൺസൺ മാഷിന്റെ ആ പാട്ടൊന്ന് പാടിയിട്ട് എന്ന് പറയില്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറച്ചിലിനപ്പുറത്തേക്ക് അത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് കൂടുതലാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് 1-2 പാട്ട് പാടിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും രാജി എന്ന് പറയുന്ന ഒരു സിംഗറെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്റർവ്യൂവിൽ എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് വീണ്ടും കാണാമല്ലോ. വീണ്ടും കാണാം തീർച്ചയായിട്ടും. എന്റെ പൂ കളഞ്ഞല്ലേ, പൂവെടുത്തരാം. പോയി അത് പൂവില്ലെങ്കിലും